വിചാരിച്ചു ഒന്ന് ശ്രമിച്ചു നോക്കാം. ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങുന്നതിന് വേറൊരു റീസൺ കൂടിയുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് രേണുവിൻ്റെ സുഹൃത്തുക്കൾ എനിക്കെതിരെ വലിയൊരു അലിഗേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്യാത്തൊരു കാര്യം, ഞാൻ മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാത്തൊരു കാര്യം. യൂട്യൂബേഴ്സിനെ കൊണ്ട് രേണുവിനെതിരെയും അല്ലെങ്കിൽ ഓരോ വീഡിയോകൾ ചെയ്യിക്കുന്നത് ഞാൻ ഉൾപ്പെടുന്ന ഒരു ടീമാണ്. ഇപ്പൊ അഹാന കൃഷ്ണയൊക്കെ മറികടന്ന രേണുസുധീർ സബ്സ്ക്രിപ്ഷൻ വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ശരിയാണോ? അതൊന്നും എനിക്കറിയത്തില്ല. അവരുമായിട്ട് എന്നെ ഒരിക്കലും. ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ ഇന്നത്തെ വിഷയം രേണുസുധിയാണ്. ഇന്ന് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്കാണ് രേണുസുധിയെ കുറിച്ച് സംസാരിക്കാനുള്ളത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേണുസുധിക്ക് ഒരു കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമുക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി പോയത് നേരെ റിഹേഴ്സൽ ടൈമാണ്. ഞാൻ ഇപ്പൊ നിൽക്ക് ഇപ്പം ഞാൻ സ്റ്റേഷനോട്ട് പോകുവാണെന്ന് പറഞ്ഞ പുള്ളിക്കാരിയാണ്. പക്ഷെ നിൽക്ക് വച്ചേ അപ്പത്തേക്ക് എന്താണ് നേരെ വെച്ച് പിടിച്ചത് റിഹേഴ്സൽ ടൈമിലാണ്. അപ്പൊ നമ്മൾ പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കും. അപ്പൊ നമ്മുടെ ഇടയിൽ നിന്ന് നമ്മുടെ ദേവ് കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ചാണ്, കാരണം പുള്ളിക്കാരി ഒരു വെള്ളം അടിച്ചിട്ടുള്ള ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, കള്ളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പൊ അതിനെ ബേസ് ചെയ്തും പിന്നെ എക്സൈസിന് അങ്ങനെ ഒരു കേസ് പോയിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാരുടെ ഡബിൾ മീനിങ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു കേസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ആണ്. അപ്പം എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ രേണുസുധി ഇഷ്ടമല്ല എന്നുള്ളവര്, ഈ കേസ് കൊടുത്തത് എന്തുകൊണ്ട് നന്നായി എന്നുള്ളവരൊന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക എന്നല്ല, ലൈക്ക് ചെയ്യുക. എന്ന് വെച്ചാൽ നമുക്ക് അറിയാനുള്ള താല്പര്യം കൊണ്ടാണ് എന്തുമാത്രം ആൾക്കാർക്ക് രേണുസുധി ഇഷ്ടമല്ല. പിന്നെ കമന്റ് ചെയ്യുന്നില്ല, എന്താണ് 2-3 ദിവസമായിട്ട് ആരും കമന്റും കാര്യങ്ങളൊന്നും ചെയ്യില്ല. നിങ്ങൾക്ക് കമന്റ് ഒന്നും പറയാനില്ലേ? നമുക്ക് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിരിക്കാം, ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ എന്തായാലും വെച്ച് താമസിക്കുന്നില്ല, നമുക്ക് കാര്യങ്ങളോട് നടക്കണം. അപ്പൊ ആദ്യം തന്നെ രേണുസുധി ഇപ്പൊ റാസൽ കൈമയിലോട്ടാണ് വെച്ച് പിടിച്ചേക്കുന്നത്, ദുബായില്. അവിടെ പോയിട്ട് എന്തൊക്കെ പരിപാടിയാണ് കാട്ടിക്കൂട്ടിയത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പൊ ചേച്ചി സ്റ്റെപ്പ് മാറ്റി പിടിക്കും മടുത്തടോ. സ്റ്റെപ്പ് മാറ്റി പിടിക്കുക. യൂട്യൂബിൽ കയറി നോക്കി 2-3 ഡാൻസ് ട്യൂട്ടോറിയൽ വീഡിയോസ് കണ്ടിട്ട് പോയിന്റ് രേണുസുധി. അപ്പൊ രേണുസുധി പറയും മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര ആദ്യം കാണിച്ചത് ഏകമുദ്ര, ഇത് ദ്വമുദ്ര. അപ്പൊ എന്താണോ എന്ന് അറിയത്തില്ല, രേണുസുധി അപ്പൊ തൊട്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങിയാലും ഈ കുറച്ച് സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ. രേണുസുധി എന്നെ പേഴ്സണലായിട്ട് വിളിക്കുന്നത്, നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് നമുക്കത് ശരിയാക്കി തരാം കേട്ടോ. നമ്മൾ 2-3 സ്റ്റെപ്പ് ഒക്കെ പഠിപ്പിച്ച് സെറ്റ് ആക്കി തരാം. അപ്പം എന്താണെങ്കിലും പുള്ളിക്കാരി അവിടെ പോയിട്ട് പുള്ളിക്കാരിയുടെ സ്ഥിരം ഐറ്റം എടുത്തിട്ടുണ്ട്. ഇവിടെ വസീകര ഇത്തവണ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ എന്താണെങ്കിലും പഴയ 90s കിഡ്സിന്റെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാരി ഇപ്പോഴും വെച്ച് നടക്കുന്നത്. അപ്പൊ നമുക്ക് അതൊക്കെ അവിടെ നിൽക്കട്ടെ. ചെമ്പരത്തിയൊക്കെ വേണ്ടുപോലെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു താരം ഇതിനെ പ്രൊമോട്ട് ചെയ്തോണ്ട് വരുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതെന്താണേലും നമുക്കിതിന്റെ ലാസ്റ്റ് അപ്പൊ അതെന്താണ്, നമുക്ക് ഇതിന്റെ ലാസ്റ്റ് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഓക്കെ. പിന്നെ എന്താണ് ഈ കേസും കാര്യങ്ങളൊക്കെ ദേവ് പറയുന്ന ഒരു വീഡിയോ ഉണ്ട് പുള്ളിയുടെ യൂട്യൂബ് ചാനലിലൂടെ. നമുക്ക് അതൊന്ന് ദേവിന് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടിട്ട് വരാം. സുധീനെ വീഡിയോകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ടുള്ളൊരു ചോദ്യമാണ്, യൂട്യൂബേഴ്സിന് ആർക്കെങ്കിലും ഒക്കെ ഇതിൽ ഇടപെട്ട് ഒരു കംപ്ലയിന്റ് കൊടുക്കാൻ പാടില്ലേ? നിങ്ങൾ ലീഗലി മൂവ് ചെയ്തൂടെ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ വീഡിയോ ചെയ്ത് സമയം കളയുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. ടു ബി ഫ്രാങ്ക്, താല്പര്യമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അങ്ങനെ കംപ്ലയിന്റ് കൊടുത്തത് കൊണ്ട് എന്തെങ്കിലും ഫലം ഉണ്ടാകുമോ എന്നൊരു പ്രതീക്ഷ ഇല്ലാത്തത് കൊണ്ടായിരുന്നു ഇതുവരെയും അതിനുവേണ്ടി ഇറങ്ങാത്തത്. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് വന്നു, ന്യൂയോർക്കിൽ നിന്നാണ് മെസ്സേജ് വന്നത്. അപ്പോൾ അവരെന്നോട് സംസാരിച്ചപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിൽ പോയിട്ട് അവിടെ ജീവിച്ചിട്ടും നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി വളരെ സങ്കടത്തോടെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. അത് കഴിയുമ്പോൾ എനിക്കും വിഷമം തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ശ്രമിച്ചു നോക്കാം. ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങുന്നതിന് വേറൊരു റീസൺ കൂടിയുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് രേണുവിൻ്റെ സുഹൃത്തുക്കൾ എനിക്കെതിരെ വലിയൊരു അലിഗേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്യാത്തൊരു കാര്യം, ഞാൻ മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാത്തൊരു കാര്യം. യൂട്യൂബേഴ്സിനെ കൊണ്ട് രേണുവിനെതിരെയും അല്ലെങ്കിൽ ഓരോ വീഡിയോകൾ ചെയ്യിക്കുന്നത് ഞാൻ ഉൾപ്പെടുന്ന ഒരു ടീമാണ്, ഇതൊക്കെ ഒരു ഗ്യാങ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഗ്യാങ്ങുമായിട്ടും നമുക്ക് ബന്ധമില്ല, ഒരു സംഘടനയുമായിട്ടും നമുക്ക് ബന്ധമില്ല. നമ്മുടെ മുന്നിൽ കാണുന്ന വിഷയങ്ങൾ നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരിക്കും എന്നെ ഈ വിഷയത്തിലേക്ക് ഇറക്കിയത് അവരാണ്. അന്ന് എനിക്ക് തോന്നിയ ഒരു തോന്നലാണ്, ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യണം. രേണുവിൻ്റെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ, അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ, ഡബിൾ മീനിങ് സംസാരങ്ങൾ, അത്തരം സംസാരങ്ങൾക്കെതിരെ ഒരു കംപ്ലൈന്റ്. ഇത് എനിക്ക് തോന്നുന്നു സജിനെയും ശ്രീതുവിനെയും ഉദ്ദേശിച്ചാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ശ്രീതുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പൊ അവർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ടെന്ന് തോന്നുന്നു, എല്ലാം ഗ്യാങ് എന്നുള്ള. അപ്പം ഞാൻ ശ്രീധരനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഗ്യാങ്ങും പരിപാടിയൊന്നും ഇല്ല, നമ്മൾ അപ്പനാ സംഭവം ഉള്ളൂ, നമുക്ക് എനിക്ക് എന്താണോ തോന്നുന്നത് അത് ഞാൻ അങ്ങ് ചെയ്യുകയാണ്. പിന്നെ ഏതൊരു വിഷയം ചെയ്താലും ഞാൻ അതിനെക്കുറിച്ച് അളന്ന് മുറിച്ച് അറിഞ്ഞ് അന്വേഷിച്ചിട്ടാണ് ചെയ്യാറ്. രേണു സബ്ജക്ട് മാത്രമല്ല, ഇതിനകത്ത് എത്രയോ വലിയ വലിയ സബ്ജക്റ്റുകൾ രാഷ്ട്രീയമാണെങ്കിൽ പോലും ഞാൻ എന്റെയായ രീതിയിൽ അന്വേഷിച്ച് അത് നമുക്ക് ജെന്യൂൻ ആണെന്നുള്ള സോഴ്സിൽ നിന്ന് മാത്രം കിട്ടുന്ന കാര്യങ്ങൾ വേണ്ടുന്നതാണെങ്കിൽ മാത്രം ഞാൻ ജനങ്ങളോട് എത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം ഈ രേണു സബ്ജക്ട് മാത്രമല്ല, ഒരുപാട് വലിയ വള്ളി കേസ്, രേണു ഒന്നും വലിയ വള്ളിയല്ലല്ലോ, ഇത് ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ് പർപ്പസ് എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് വള്ളി കേസുകൾ ഞാൻ ഒറ്റയ്ക്കാടോ, എപ്പോഴും ഒറ്റയ്ക്കേ ഉള്ളൂ, വഴി വെട്ടി വന്നത് ഒറ്റയ്ക്ക് തന്നെയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ സംസാരിച്ച് കാര്യങ്ങൾ ചെയ്ത് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. വ്യൂസ് കിട്ടുമോ കിട്ടത്തില്ല അത് രണ്ടാമത്തെ കാര്യം. പക്ഷെ നമ്മൾ അങ്ങനെയാണ് വീഡിയോസ് ഇതുവരെ തുടക്കം മുതൽ ഈ നിമിഷം വരെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഗ്യാങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഗ്യാങ്ങും പരിപാടിയൊന്നും ഇല്ല, അപ്പനാ ഉള്ള പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു അത് ദേവിനോടും ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെന്ന് തോന്നുന്നു, അതായിരിക്കും പുള്ളി പറഞ്ഞത്. അപ്പൊ എന്താണെങ്കിലും കേൾക്കാം. ഞാൻ ഇന്ന് സൈബർ സെല്ലിൽ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്, കള്ള് ഷാപ്പിൽ നിന്ന് റീൽ ഷൂട്ട് ചെയ്ത് അത് സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിപ്പിച്ച് ഏകദേശം 2 മില്യൺ ആൾക്കാരിലേക്ക് അത് എത്തിയിട്ടുണ്ട്. അതിനെതിരെ ഒരു കംപ്ലയിന്റ് എക്സൈസിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ 2 കംപ്ലയിന്റ് ഞാൻ കൊടുത്തിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. ഞാൻ ആ കംപ്ലയിന്റുകൾ എന്താണ്, എങ്ങനെയാണ് കൊടുത്തത്, എനിക്ക് അവിടെ കിട്ടിയ സ്വീകരണം എന്തൊക്കെയാണെന്നുള്ളത് ഞാനൊരു വീഡിയോ ഇവിടെ വെക്കാം. നിങ്ങളത് നന്നായി കേട്ടോ, വളരെ നന്നായി ദേവ. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കമന്റ് ബോക്സ് തന്നെ എത്രയോ ആൾക്കാരാണെന്നറിയോ ഇങ്ങനെ കംപ്ലൈന്റ് കൊടുത്തുകൂടെ, നമുക്കിത് നിർത്തിച്ചൂടെ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ അതങ്ങനെ പോട്ടെ, വിട്ട് കളഞ്ഞ കേസാണ്, പോയ കോടാലി അല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതങ്ങ് വിട്ട് കളഞ്ഞതാണ്. അപ്പം ഇത് ഒരു പരിധി വിട്ടപ്പോഴാണ് യൂട്യൂബേഴ്സ് തന്നെ ഇതിനകത്ത് പ്രതികരിക്കാൻ തുടങ്ങി. എന്താണെങ്കിലും പുള്ളി കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പം അതിന്റെ ബാക്കി കാര്യങ്ങളും ഈ വീഡിയോ ഇട്ട് പുള്ളി തന്നെ കൊടുക്കുന്നുണ്ട്. അവിടെ പോയിട്ട് എങ്ങനെയാണ് പോലീസുകാരുടെ ഇടപെടൽ എങ്ങനെയാന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് തുടർന്ന് കേൾക്കാം. ഇറങ്ങിയതായിരുന്നു, ഇപ്പൊ വന്ന് കയറിയിട്ടുള്ളൂ. ഇപ്പൊ സമയം 4 മണി ആവുന്നു. ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ് ഇന്ന് രാവിലെ പോയത്. ഈ കാര്യം നടക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ അവിടെ പോകുമ്പോൾ എനിക്ക് കിട്ടുന്ന അക്സെപ്റ്റൻസ് എന്തായിരിക്കും എന്നൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ ശരിക്കും എന്നെ ഞെട്ടിച്ച് കളഞ്ഞു കേരള സൈബർ പോലീസും എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്. രണ്ടുപേരുടെ ഭാഗത്തുനിന്നും വളരെ നല്ല സമീപനമാണ് എനിക്ക് ഉണ്ടായത്. ശരിയാട്ടോ, ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു സാറിനോട് ചോദിച്ചു, എന്താ കാര്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ ഇന്ന പോലെ കാര്യമുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, തനിക്ക് നമ്മള് നല്ലൊരു കാര്യം അവതരിപ്പിക്കാം, പ്രസന്റേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ, അവരെ പറഞ്ഞ് ധരിപ്പിക്കാനുള്ള സ്കിൽ ഉണ്ടെങ്കിൽ, അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളോട് നല്ലൊരു ഇടപെടലൊക്കെ ആയിരിക്കും. കുറെ അധികം ആൾക്കാരെ ഞാൻ വീഡിയോസ് കണ്ടിരുന്നു, പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അങ്ങനെയുള്ള അക്സെപ്റ്റൻസ് കിട്ടത്തില്ല എന്ന് കണ്ടിട്ടുള്ളൂ. എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയാണ്, അങ്ങനെയൊന്നുമല്ല. നമ്മൾ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ ജെന്യൂൻ ആണെങ്കിലും അത് നമുക്ക് വേണ്ടുന്നതാണെങ്കിലും അത് അതിന്റെ രീതിയിൽ അവരെടുത്തിട്ട് നമ്മളെക്കാളും ആകാംക്ഷയോടെയാണ്, നമുക്കൊരു പ്രചോദനം തരുന്ന രീതിയിലേക്ക് അവരത് കൊണ്ടുപോകുള്ളൂ. നമുക്ക് അതിനുള്ള ഒരു ഇത് കിട്ടും, അതാണ് കാര്യം. അദ്ദേഹം ചോദിച്ചു, തനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ. ഞാൻ പറയും, എനിക്കല്ല. ആക്ച്വലി ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് ഞാൻ സാറിന് മുമ്പിൽ സംസാരിക്കുന്നത്. ഒരുപാട് പേര് ഈ ഒരു വ്യക്തിയെ കൊണ്ട് ഇപ്പോൾ ബുദ്ധിമുട്ടുന്നുണ്ട്. അവർക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ യൂട്യൂബ് ആയിക്കോട്ടെ, ഇതൊന്നും തുറക്കാൻ പറ്റുന്നില്ല. അവിടെ എല്ലാം ഇദ്ദേഹത്തിന്റെ കോണ്ടന്റുകളാണ്, ഇദ്ദേഹത്തിന്റെ വീഡിയോകളാണ് വരുന്നത്. സോ അതിനെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നെ വേറൊരു സാറിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തിനോട് സംസാരിച്ചു. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സൈറ്റ് ഓപ്പൺ ചെയ്തു, നെറ്റ് ഓൺ ചെയ്തു. അതിനകത്തേക്ക് ഈ ലിങ്കുകളൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ലിങ്ക് ഓപ്പൺ ചെയ്ത് ലിങ്ക് അയച്ചു കൊടുത്തു. അദ്ദേഹം ഓപ്പൺ ചെയ്തു. ഓരോന്ന് കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതിൽ ഇപ്പോൾ മെറ്റയാണ് തീരുമാനം എടുക്കേണ്ടത്, മെറ്റയ്ക്ക് നമുക്ക് റിക്വസ്റ്റ് അയക്കാം, അവരുടെ റിപ്ലൈ വന്നിട്ട് നമുക്ക് ബാക്കി ഫർദർ എന്താ ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ അറ്റ്ലീസ്റ്റ് അവർക്ക് വാർണിംഗ് എങ്കിലും കൊടുക്കുമെന്ന് പറഞ്ഞു. നമുക്ക് വേണ്ടതുപോലെ ചെയ്യാമെന്ന് അദ്ദേഹം വാക്ക് തന്നിട്ടുണ്ട്. അതിനുശേഷം അതിന്റെ ബാക്കി കാര്യങ്ങളാണ് ഇനി കേൾക്കാൻ പോകുന്നത്. കേൾക്കാം. അപ്പൊ മെറ്റയ്ക്ക് എന്താണ് കംപ്ലൈന്റ് പോയാലോ, അല്ലെങ്കിൽ ഗൂഗിൾ മാർക്ക് സക്കർബർഗിനൊന്നും കംപ്ലൈന്റ് പോയാലോ ഒന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല. കാരണം മെറ്റയുടെ പേരിലും മറ്റ് ഇതിന്റെ പേരിലെല്ലാം, ഗൂഗിളിന്റെ പേരിലെല്ലാം എപ്പോഴും ഓൾറെഡി കംപ്ലൈന്റ് പോകുന്നതാണ്, FIR ഓൾറെഡി ഇടുന്നതാണ്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എത്രയോ ചാനൽ, യൂട്യൂബ് പൊളിറ്റിക്സ് ചെയ്യുന്ന ചാനലുകാർക്കെതിരെ അവർക്കെതിരെയും മെറ്റയും എല്ലാം കൂടെ പ്രതി ചേർക്കപ്പെട്ടിട്ട് ഒരുപാട് FIR ഇട്ട് കോടതിയിൽ ഇപ്പോഴും കേസ് കെട്ടിക്കിടക്കുന്നത്. അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. പിന്നെ ഈ പറഞ്ഞ വാണിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം, അത് നമുക്ക് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഒന്ന് പേടിപ്പിച്ച് നിർത്താൻ പറ്റും പുള്ളിക്കാരിയേല്. അപ്പം ആ ഒരു രീതിക്ക് നല്ലതായിരിക്കും. പിന്നെ എക്സൈസിന്റെ ഒന്ന് പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം നമ്മുടെ കുട്ടി സൂരജിന് 50,000 സ്പോട്ടിൽ അടിച്ചു കൊടുത്തതാണ് കോടതിയിൽ നിന്ന്. അതുപോലെ തന്നെ ഈ പുള്ളിക്കാരിക്കും അവിടെ കിടന്ന് എത്രയൊക്കെ കെട്ടിമറിഞ്ഞ് അവന്മാർക്ക് ഓരോരുത്തർക്കും ഫൈൻ അടിച്ചു കൊടുക്കണം. കാരണം ഇനി ഈ പരിപാടിയായിട്ട് ജന്മത്തെ ഇറങ്ങാത്ത രീതിയിലുള്ള 50,000 എന്നൊക്കെ പറയുമ്പോൾ നിസ്സാരമൊന്നും അല്ലടോ. രേണുസുതിക്ക് ചിലപ്പോൾ നിസ്സാരമായിരിക്കും, പക്ഷെ ആ കൂട്ടത്തിൽ നിന്ന് ആ കള്ളു കുടിച്ചിട്ട് കടന്ന് കാല് പോലും അവന്മാർ നില തുറക്കുന്നില്ല, കാല് പോലും നില തുറക്കാതെ കിടന്ന് ഈ കൂത്താട്ടം. ശരിക്കും അത് കള്ളുഷാപ്പാണ്. അവന്മാർ ഉപയോഗിച്ച കഞ്ഞിവെള്ളം എന്ന് പറയുന്നു, കഞ്ഞിവെള്ളമല്ല കള്ള് തന്നെയാണ്. എന്നിട്ട് ഇപ്പൊ അവന്മാർ മൂന്നും കൂടെ ഒരു വോയിസും കാര്യങ്ങളൊക്കെ പുറത്ത് വിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ആ ഒരു വീഡിയോ ഇന്നലെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇന്നലെ കുറച്ച് ബിസിയും കാര്യങ്ങളും തിരക്കൊക്കെ ആയിട്ട് എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഇന്ന് വൈകുന്നേരം അപ്ലോഡ് ചെയ്യാം. ഫസ്റ്റ് ഈ വീഡിയോ ആയിരിക്കും വരുന്നത്. അപ്പം ഈ ഒരു സംഭവം ഇവന്മാർ മൂന്നും കൂടെ പ്ലാൻ ചെയ്തിട്ട് ഒരു വോയിസും കാര്യങ്ങളൊക്കെ പുറത്തിട്ടിട്ടുണ്ട്. ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ പോകുന്ന പറയുമ്പോൾ, ഈ ഒരു കേസ് മാത്രമല്ല വേറെ കേസും പോയിട്ടുണ്ട് കേട്ടോ ഇവന്മാരുടെ പേരിൽ. അപ്പം എല്ലാത്തിനും മൂടോടെ എന്താണ് ഫൈൻ അടിച്ചു കൊടുക്കണം. ഒരു കുട്ടീന്റെ അത്യാവശ്യമുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്.
പിന്നെ ഇങ്ങനെ കേസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്, നല്ല കാര്യമെന്ന് തോന്നുന്നു. പിന്നെ എന്താണ് പറയാനുള്ളത്, രേണുസുതിയുടെ സബ്സ്ക്രിപ്ഷൻ ഇപ്പൊ എന്താണ് വലിയ വിളിച്ചോണ്ട് കാര്യങ്ങൾ വലിയ ഒരു എന്തോ വലിയ സംഭവമായിട്ട് അവൾ വന്നിട്ടുണ്ട്. അപ്പം ഈ കഴിഞ്ഞ ദിവസം മഞ്ജു പത്രോസിന്റെ ഒരു ഇന്റർവ്യൂ കാണാൻ ഇടയുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് പുള്ളിക്കാരി പറയുന്നുണ്ട്, എന്താണ് നമ്മൾ കാരണം നമ്മുടെ ഒരു കുഞ്ഞുങ്ങൾ തല താഴ്ത്തി നടക്കാൻ ഇടവരരുത്. ഞാൻ എത്രയോ തവണ എന്റെ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങളാണ് മഞ്ജു പത്രോസ് ഇന്ന് പറഞ്ഞത്. എന്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്കറിയാം, ഞാൻ എപ്പോഴും എന്റെ വീഡിയോയിലൂടെ പറയുന്ന കാര്യമാണ്, നമ്മൾ കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തല താഴ്ത്തി പിടിച്ച് നടക്കാനുള്ള ഒരു ഗതി ഉണ്ടാവരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ നിമിഷവും നമ്മൾ മുന്നോട്ട് നടക്കുന്നത്. അപ്പൊ നമ്മുടെ വസ്ത്രധാരണത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് തോന്നുന്നു ഞാൻ അങ്ങനെ പറഞ്ഞത് തോന്നുന്നു. അപ്പം നമുക്ക് ആർക്കും എങ്ങനെ വേണമെങ്കിലും ബിഹേവ് ചെയ്യാം, എങ്ങനെ വേണം നടക്കാം, എങ്ങനെ വേണമെങ്കിലും വസ്ത്രം ഇടാം, ആരെ കൊണ്ട് എന്ത് വേണമെങ്കിലും പറയിപ്പിച്ച് നടത്താം. പക്ഷെ നമ്മുടെ ചുറ്റും നിൽക്കുന്ന, നമ്മുടെ സറൗണ്ടിങ്സിൽ ചുറ്റും നിൽക്കുന്ന നമ്മുടെ ഒരു എക്കോസിസ്റ്റം ഉണ്ടല്ലോ, അവിടെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ടും കുറെ അധികം ആൾക്കാർ നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അവർക്കൊരിക്കലും നമ്മൾ കാരണം ഒരു ബുദ്ധിമുട്ട് വരരുതേ എന്നാണ് നമ്മുടെ ഓരോരുത്തരുടെ ആഗ്രഹം. അങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ, അങ്ങനെ ഓരോ മാതാപിതാക്കളും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പം ഇതൊക്കെയാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.